നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തുല്യ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വന്ദനം. കഴിഞ്ഞ ചില നാളുകളായി നിങ്ങൾ ക്ഷമയോടുകൂടെ ദൈവവചനത്തിൻ്റെ നിർമ്മല സത്യങ്ങൾ ഞങ്ങളിൽ കൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് G2R എന്ന് പേരിടുവാനുള്ള കാരണം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങളിലും വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള നഗ്നസത്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ വരച്ച് വിളിച്ച് ഉറച്ച് പറയുന്നത് കൊണ്ടാണ്. ആരംഭകാലം മുതൽ തന്നെ കള്ളപ്രവാചകൻ അവൻ്റെ ദുഷ്ക്രിയകൾ ലോകത്തിലെവിടെയും നടക്കുന്നു. തിരുവചനം പഠിക്കുന്ന പഠിതാക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഏറ്റവും പരമസത്യം ആദ്യത്തെ പ്രവാചകൻ ദൈവം തന്നെയാണ്. കാരണം യിരെമ്യാ പ്രവചനം 32:19 ആ ദൈവം ആദിയിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ വരുവാനുള്ളതും പ്രസ്താവിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കണ്ടിട്ട് വിലയിരുത്തി പറയുന്നതിനെ ഫോർത്ത് ടെല്ലിങ് എന്നും ചിലപ്പോൾ സംഭവിക്കുവാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുള്ള മാനുഷിക നിഗമനങ്ങളെ ഫോർടെല്ലിങ് എന്നും പറയുമ്പോൾ തിരുവചനത്തിൽ കാണുന്ന പ്രവചനങ്ങൾ ആകട്ടെ അത് ഭാവിയിൽ സംഭവിപ്പാനുള്ളത് വസ്തുനിഷ്ഠമായി തൻ്റെ ദാസന്മാരിൽ കൂടെ ദൈവശ്വാസീയമായി പറയുന്ന ദൈവവചനം ആകുന്നു. അത് ഒരു പക്ഷേങ്കിൽ ആ പ്രവാചകൻ പ്രവചിച്ച കാലത്ത് തൻ്റെ കൺമുൻപിൽ നടന്നില്ല, അതുകൊണ്ട് അത് നടക്കയില്ല എന്നുള്ള തെറ്റായ നിഗമനത്തിൽ ആരും എത്തിച്ചേരരുത്. അത് നടക്കുക തന്നെ ചെയ്യും എന്ന് ദൈവവചനത്തിലെ ചില വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠമായി പറയുന്നതിന് ലജ്ജയില്ല, അതിനകത്ത് സംശയവുമില്ല. കാരണം ഹബക്കുക്ക് എന്ന് പറയുന്ന പ്രവാചകൻ ജീവിച്ചിരുന്ന കാലം ക്രിസ്തുവിന് മുൻപ് 612 മുതൽ ആകുന്നു. അദ്ദേഹം പ്രവചിച്ച പ്രവചനത്തെ സംബന്ധിച്ചുള്ള ഒരു പദം 2-3 വാക്യത്തിൽ ദർശനത്തിന് അഥവാ പ്രവചനത്തിന് അഥവാ വെളിപ്പാടിന് നിറവേറലിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അത് നിറവേറലിനുള്ള സമയം ദൈവം കുറിച്ചിരിക്കുന്നത് നിറവേറാതിരിക്കുകയില്ല, അത് തെറ്റിപ്പോകുകയുമില്ല. അത് ഒരു പക്ഷേങ്കിൽ നിറവേറുന്നതിന് അല്പകാലതാമസം ഏർപ്പെട്ടാലും അഥവാ വൈകിയാലും അതിനായി മനുഷ്യൻ കാത്തിരിക്കണം. അത് വരും നിശ്ചയം എന്ന് വളരെ വസ്തുനിഷ്ഠമായി ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അപ്പം പുറപ്പെടുന്ന വചനം ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ളതാകയാൽ ആദിയിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും സംഭവിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഈ ദൈവത്തിൻ്റെ വചനം അതിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായി ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന തൻ്റെ വചനം നിറവേറാതെ ഒരിക്കലും തിരികെ വരികയില്ല. ആധാരവാക്യം യെശയ്യാവിൻ്റെ പ്രവചനം 55 അധ്യായം അതിൻ്റെ 10 മുതൽ മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകുവാൻ തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ ഒരു ഉപമയാണ് ദൈവം അവിടെ പറയുന്നത്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കൽ മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് എന്ത് നിവർത്തിക്കണമെന്ന് ദൈവം തീരുമാനിച്ച് തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട കാര്യം അത് സാധിക്കാതെ വരികയില്ല, അത് സാധിച്ചേ വരികയുള്ളൂ. കാലതാമസം ഏർപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് യോബ് തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച ശേഷം നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. 37 അധ്യായം 11 വാക്യം മുതൽ ദൈവം കാർമേഘത്തെ ഈറ്റം കൊണ്ട് കനപ്പിക്കുന്നു, തൻ്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു. ദൈവം അവയോട് കൽപ്പിക്കുന്നതൊക്കെയും ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന്
ദൈവത്തിൻ്റെ ആദേശപ്രകാരം അവ ചുറ്റി സഞ്ചരിക്കുന്നു. അത് നിറവേറാതിരിക്കയില്ല എന്ന് മറന്നു പോകരുത്. അപ്പോൾ കള്ളപ്രവാചകന്മാരെ സംബന്ധിച്ചും തിരുവചനത്തിൽ കാണുന്ന സത്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ്. പ്രവാചകന്മാരെ സംബന്ധിച്ച് ഉള്ള സത്യപ്രവചനം എങ്ങനെയുള്ളതാണ് എന്നുള്ളതിന് നിറവേറൽ ആവർത്തന പുസ്തകത്തിൽ പഞ്ചഗ്രന്ഥത്തിൽ മോശെ മുഖാന്തരം ദൈവം മരുഭൂമിയിലായിരുന്ന ജനത്തോട് അരുളി ചെയ്തത് ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. പ്രവാചകൻ പ്രവചിക്കുകയും അവ അതുപോലെ തന്നെ, ഏകദേശമല്ല, 50-90% അതൊക്കെയാണ് ഫോർടെല്ലിങ്ങും ഫോർത്ത് ടെല്ലിങ്ങും. എന്നാൽ പ്രവചനം അങ്ങനെയല്ല. പറയുന്ന പ്രവചനം അതുപോലെ തന്നെ നിവർത്തിക്കപ്പെടണം. തിരുവചനത്തിലെ ആദ്യ പ്രവാചകൻ ദൈവം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തെയാണ് ആദ്യ പ്രവചനം എന്ന് പറയുന്നത്. സ്ത്രീയുടെ സന്തതി. യെശയ്യാവിൻ്റെ പ്രവചനം 7:14 അത് ആവർത്തിച്ചു പറഞ്ഞു. അത് കന്യകയായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ആ കന്യക ആരായിരുന്നുവെന്നും അവളിൽ കൂടെ സന്തതി, സ്ത്രീയുടെ സന്തതി, പുരുഷഭോഗമില്ലാതെ പുരുഷബന്ധമില്ലാതെ ജനിച്ച ഏക വ്യക്തി ദൈവമാണ്. കാരണം സൃഷ്ടിതാവ് വചനമായി സ്ത്രീയുടെ ഉദരത്തിൽ പ്രവേശിച്ച് മനുഷ്യരൂപം എടുത്ത് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ആദ്യ പ്രവാചകൻ ദൈവം. ആദ്യ പ്രവചനത്തെ സുവിശേഷമായി പറഞ്ഞിരിക്കുന്നു. ആ സുവിശേഷത്തെയാണ് പ്രോട്ടോ ഏവൻഗേലിയോൻ അഥവാ ആദ്യ സുവിശേഷം, ഫസ്റ്റ് ഗോസ്പൽ എന്ന തിരുവചനത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ കള്ളപ്രവാചകന്റെ പിതാവായ പിശാചിന്റെ പ്രവൃത്തിയും വെളിപ്പെട്ടു വന്നു. എന്താണ് അവന്റെ പ്രവചനം? നിങ്ങളിത് തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങൾ മരിക്കയില്ല. നോക്കണം, അതേ ആത്മാവിൻ്റെ പ്രവചനമല്ലേ ഇന്നും പല പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൽപ്പനാധിഷ്ഠിതമായ ദൈവവചന പ്രവചനം നടക്കുമ്പോൾ കൽപ്പനയൊന്നും അനുസരിക്കാതെ ഞങ്ങൾ പറയുന്നത് ചെയ്താൽ നിങ്ങൾക്കിത് ലഭിക്കും എന്ന് പറയുന്ന ഉപരിപ്ലവത്തിൻ്റെ സുവിശേഷം എന്ന ബാഹ്യരൂപം പറയുന്ന അഭിവൃദ്ധി സുവിശേഷത്തിന് വേണ്ടി ജനങ്ങൾ കാതോർത്ത് നടക്കുകയും ആ കള്ളപ്രവാചകന്മാരുടെ ഉപദേശങ്ങളിൽ വീണു പോകുകയും ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളുള്ള ഈ ലോകത്തിൽ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരായി ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന അനവധി ദൈവദാസന്മാർ ഉണ്ട്. അവർ പറയുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഉരകല്ലാകുന്ന ദൈവവചനമാകുന്ന ബൈബിളിലെ ഉപദേശങ്ങളുമായി ഉരച്ചു നോക്കി അതിൻപടി ജീവിക്കുന്ന വിശുദ്ധന്മാരും ഇന്നത്തെ കാലയളവിലുണ്ട് എന്നുള്ളത് ലജ്ജ കൂടാതെ ഭയം കൂടാതെ പറയട്ടെ. അപ്പസ്തലനായ യാക്കോബ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇനിയും അല്പസമയം തുടർന്നുള്ള സമയത്തും കള്ളപ്രവാചകന്മാരെ സംബന്ധിച്ച് പത്രോസ് ആദിയായ ഭക്തന്മാർ പറഞ്ഞ ഉപദേശത്തെയും നമുക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യാക്കോബ് പറഞ്ഞ ഉപദേശവും പത്രോസ് പറഞ്ഞ ഉപദേശവും പത്രോസിന്റെ 1-ാമത്തെ ലേഖനത്തിൽ നിന്ന് 5 കാര്യങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. 6-ാമത് നമ്മോട് പ്രസംഗിച്ച് നമ്മെ വീണ്ടും ജനനത്തിലേക്ക് നടത്തിയ ദൈവവചനത്തെ എന്നെന്നും നിലനിൽക്കുന്ന നശിച്ചു പോകാത്ത കെട്ടുപോകാത്ത ജീവനുള്ള വചനത്താലെ അത്രേ നമ്മെ ജനിപ്പിച്ചതെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. 1-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതിന് മാറ്റമില്ല, അതിന് വകഭേദമില്ല. അത് ജീവനുള്ളതാണ്, അത് ജീവനുള്ള വിത്താണ്. അത് എന്നും അതിൻ്റെതായ വളർച്ചയും ഫലവും കായ്ച്ചുകൊണ്ടേയിരിക്കും. 7-ാമത് ആകയാൽ അവരുടെ അജ്ഞാനകാലത്ത് കേവലം മറ്റ് ജാതികളെപ്പോലെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് അന്ധബുദ്ധികളായി ഹൃദയകാഠിന്യത്തിൽ നടക്കാതെ, പൂർവ്വകാലത്തിലെ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞ കാര്യമാണ് എഫെസർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ, നടക്കാതെ
അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും എഫെസ്യർ 3:16 നമ്മെ വിളിച്ച ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമായി. പത്രോസിന്റെ 1 ലേഖനം 2:9 അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരികയും അതിൽ തന്നെ സ്ഥിരമായി വസിക്കുകയും ചെയ്യുക. ഈ ഭാഗ്യപദവി ലഭിച്ച ദൈവത്തിന്റെ കരുണയാലും കൃപയാലും അല്ലാതെ അർഹത കൊണ്ടല്ല എന്ന് ദൈവമക്കൾ മറന്നു പോകാതെ ഇരുന്നാൽ നല്ലത്. എന്ത്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നത്, ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാനുള്ള ഭാഗ്യപദവി ലഭിച്ചത് പാരമ്പര്യ ശക്തിയോ പിതാവും മാതാവും ചെയ്ത സൽപ്രവൃത്തികളുടെ അനന്തരഫലമോ നമ്മൾ പഠിച്ച് സമ്പാദിച്ച യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ അല്ല, ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും മാത്രമാകുന്നു എന്ന് ഗ്രഹിച്ചാൽ നല്ലത്. പത്രോസിന് 4:2-10 അടുത്തത്, നാം വിസ്മരിച്ചുകൂടാത്ത മറ്റൊരു വിഷയം അന്നത്തെ രാജകീയ പുരോഹിതവർഗമായ വിശുദ്ധന്മാരുടെ ഇടയിലും കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നു. കള്ളപ്രവാചകൻ, ഫോൾസ് പ്രോഫറ്റ്സ്, അഥവാ മൂലഭാഷയിൽ സ്യൂഡോ പ്രോഫറ്റേസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ സംബന്ധിച്ച് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു പറഞ്ഞ ചില കാര്യങ്ങൾ, ഉപദേശങ്ങൾ, അരുളി ചെയ്ത മുന്നറിയിപ്പുകൾ കൂടെ ഇത്തരുണത്തിൽ അല്പമായി ശ്രവിക്കുന്നത് നന്നായിരിക്കും എന്ന് ബോധ്യമായതുകൊണ്ട് അതും ഇവിടെ പറയാതിരിപ്പാൻ നിർവാഹമില്ല. ആരുടെ ഉപദേശത്തെക്കാട്ടിലും ശ്രേഷ്ഠമായ ഉപദേശം നമ്മുടെ രക്ഷകനായ കർത്താവ് പറഞ്ഞ ഉപദേശമാണല്ലോ. ആകയാൽ അതിലേക്ക് പോകാം. മത്തായി എഴുതിയ സുവിശേഷം 7:15 ദൈവപുത്രൻ അന്ന് തൻ്റെ ചുറ്റും കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുൻപിൽ പരസ്യമായി പ്രസ്താവിച്ച വിഷയമാണ്. തൊട്ടടുത്ത് 12 അപ്പസ്തലന്മാർ, അതിന് തൊട്ട് പുറകിലായി അല്ലെങ്കിൽ പുറത്തായി 70 പേർ, പിന്നെ ആ വന്നിരുന്ന സകല ജനവും കേൾക്കെ താൻ അരുളി ചെയ്ത ദൈവവചനം. ദൈവപുത്രൻ തൻ്റെ ഐഹിക ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കള്ളപ്രവാചകന്മാരെ കുറിച്ചും തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അത് ശ്രദ്ധിക്കുക. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് ഭവനത്തിലും ദൈവസഭയിലും കേടുവരാതെ, അവർക്ക് ദോഷം വരാതെ സൂക്ഷിച്ചുകൊള്ളുവീനെന്നല്ല. അവർ കോപപാത്രങ്ങളായി നിങ്ങളുടെ നടുവിൽ അപകടങ്ങളെ കൊണ്ടുവരുന്നത് കൊണ്ട് അവരെ വിട്ടൊഴിഞ്ഞ് സൂക്ഷിച്ചോണം, ദൂരെ മാറ്റിക്കോണം എന്നാണ് അതിൻ്റെ അർത്ഥം. അവരുടെ ബാഹ്യരൂപം ഒന്ന് ശ്രദ്ധിക്കുക. ആടുകളുടെ വേഷം ധരിക്കും, എന്നിട്ട് അവർ നിങ്ങളുടെ അടുക്കൽ വരും. അകമോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. 7:15 ഒരിടയനും തൻ്റെ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ചെന്നായ്ക്കൾ വന്നാൽ കടിച്ചു കീറി തിന്നേണ്ടതിന് വിട്ടുകൊടുക്കയില്ല. ആലയിൽ ആക്കിയ ശേഷം ചെന്നായുടെ അകത്തെ രൂപം വെച്ചുകൊണ്ട് തന്നെ കുഞ്ഞാടിൻ്റെ തോലും ധരിച്ചു കൊണ്ടുവരുന്ന വ്യക്തികളെ അകത്ത് കയറ്റി പാർപ്പിക്കുകയുമില്ല. അവരുടെ ആന്തരിക രൂപം നോക്കുക, മുള്ളിനും ഞെരിഞ്ഞിലിനും സമം. അവർക്ക് നല്ല ഫലം കായ്പാൻ ഒരിക്കലും കഴിയുകയില്ല. 7:15 അവരുടെ അകമോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ, റാവനസ് ബീസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് ചേർത്ത് വെച്ചാൽ ഒന്നാക്കുവാൻ കഴിയാത്ത വിധത്തിൽ പിച്ചു ചിന്തിക്കളയുക എന്നാണ് റാവനസ് എന്ന പദത്തിന്റെ അർത്ഥം. തന്നെയല്ല, സ്ഥലത്തിൽ നിന്ന് കൊത്തി പൊക്കി എടുത്തു കൊണ്ടുപോകുന്ന കഴുകന്റെ സ്വഭാവം. അവർ കർത്താവേ എന്ന് പറയും, എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം അവർ ചെയ്യുകയില്ല. പിതാവിൻ്റെ ഇഷ്ടമോ? നിങ്ങളുടെ വിശുദ്ധീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കാത്ത, പഠിപ്പിക്കാത്ത ഒറ്റ പ്രവാചകനും ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് മറന്നു പോകരുത്. തെസ്സലോനിക്കരുടെ 1 ലേഖനം 4:3 ഞാനിപ്പോൾ പറഞ്ഞത്. ദൈവമായ പിതാവിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം. അത് പ്രസംഗിപ്പാൻ അവർക്ക് കഴിയുകയില്ല. അവർ കർത്താവിൻ്റെ നാമത്തിലൊക്കെ പ്രവചിക്കും. അവർ ഒരു പക്ഷേങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കും. അവർ ചിലപ്പോൾ വീര്യപ്രവൃത്തികളെ തന്നെ ചെയ്യും. 7:22 മുന്നറിയിപ്പ്.
ദൈവം അവരെ പ്രവാചകന്മാരായി അറിയുകയോ അയക്കുകയോ ചെയ്തിട്ടില്ല. 7-ാമത്തെയും 23-ാമത്തെ വാക്യം, അവർ സ്വയംകൃതമായി ആ ശുശ്രൂഷകൾ എടുത്ത് ഈ ജനത്തിൻ്റെ നടുവിൽ വന്ന് അപകടകരമായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ദൈവത്തിൽ നിന്നും ഉപദേശത്തിൽ നിന്നും അകറ്റി അവരെ തങ്ങൾക്ക് ഭക്ഷിപ്പാനുള്ള ആടുകളായി ഉപയോഗിച്ച് ധനസമ്പാദനം നടത്തുന്ന വ്യക്തികളാണ് കള്ളപ്രവാചകന്മാർ. ഇവരെക്കുറിച്ച് മുൻകൂട്ടി യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗങ്ങൾ കൂടെ ഈ കാലത്തെ ദൈവകുഞ്ഞുങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. പ്രവാചകന്മാർ യഹോവയുടെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ദൈവം അവരെ അയച്ചിട്ടില്ല. അവരോട് പ്രവചിക്കുവാൻ ദൈവം കൽപ്പിച്ചിട്ടും ഇല്ല. അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും ജനത്തോട് പ്രവചിക്കുന്നു. ഇത് ഞങ്ങളുടെ സ്വന്തം വാക്കല്ല, ദൈവവചനത്തിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ദൈവശ്വാസീയമായി പൂർവത്തിൽ പാർത്തിരുന്ന പ്രവാചകൻ. ദൈവവചനത്തിന് കാലമില്ല, എക്കാലത്തും നിത്യവചനമാണ്. അന്നത്തെ കാലത്തെ ജനത്തോടും വരുവാനിരിക്കുന്ന ജനത്തോടും പറഞ്ഞിരിക്കുന്ന ദൈവവചനം ആണ്. ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ പ്രവചനങ്ങൾ അന്ത്യകാലത്തേക്കുള്ളതാകയാൽ മുദ്രയിടരുത്. നാം പാർക്കുന്ന കാലം അന്ത്യകാലമാണ്. അത് യിരെമ്യാവിന്റെ പ്രവചനം മാത്രമല്ല, യെശയ്യാവിന്റെയും എസെക്കിയേലിന്റെയും മലാക്കിയുടെയും പ്രവചനങ്ങൾ എല്ലാം കാല വരമ്പ് അതിർത്തിയില്ലാതെ നിത്യത മുഴുവൻ നിലനിൽക്കേണ്ടതാണ്. യിരെമ്യാ പ്രവചനം 14:14. തുടർന്ന് ഭാഗം നമുക്ക് ചിന്തിപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരായി കാണപ്പെടും. ദൈവവചനത്തിന് ബന്ധനമില്ല എന്ന് മറന്നു പോകരുത്. കർത്താവേ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായി എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് തങ്ങളുടെ പണികൾ, തങ്ങളുടെ വിശ്വാസം, തങ്ങളുടെ ജീവിതം, തങ്ങളുടെ ഉപദേശം, തങ്ങളുടെ എല്ലാവിധമായ ശുശ്രൂഷകളും ദൈവവചനാനുസൃതമാകുന്നുവോ എന്ന് സ്വയം ശോധന ചെയ്യുവാൻ ഈ ക്ലാസുകൾ മൂലം സഹായിക്കുമാറാകണം എന്ന് താഴ്മയായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.